ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശാലിനിയും ശിവനും ചന്ദ്രയെ രക്ഷിക്കാനായി എത്തിയതിനു ശേഷം അവർക്ക് അവരെ കണ്ടെത്താൻ കഴിയാതെ മടങ്ങിക്കഴിയുമ്പോൾ അവർക്കെതിരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുകയായിരുന്നു മഹേന്ദ്രൻ. എന്നാൽ മഹേന്ദ്രന്റെ വെല്ലുവിളിയും മഹേന്ദ്രൻ എവിടെയാണ് ചന്ദ്രയെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശിവൻ മഹേന്ദ്രന്റെ താവളത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ക്ലീറ്റസിനെ അടിച്ചൊതുക്കി തന്റെ പെങ്ങളെ കണ്ടെത്തുന്ന ആ നിമിഷത്തിൽ ചന്ദ്ര അരികിലേക്ക് ഓടിയെത്തുകയാണ്. ഏട്ടാ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന ചന്ദ്രയെ ചേർത്ത് പിടിച്ച് ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന ക്ലീറ്റസ് തന്റെ കയ്യിലിരുന്ന ആ കുഞ്ഞ് പിച്ചാത്തിയെടുത്ത് ശിവനെ കൊല്ലാനായി പിന്നിലൂടെ വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സാമിയും മഹേന്ദ്രനും ഉടനെ തന്നെ പിന്നിൽ നിന്ന് മഹേന്ദ്രൻ ശിവ എന്ന് ഉറക്കെ വിളിക്കുന്നു. ശിവ എന്നുള്ള ആ വിളി കേട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ശിവൻ തന്നെ ആക്രമിക്കാനെത്തിയ ക്ലീറ്റസിനെ തടയുന്നു. ഒടുവിൽ അവനെ അടിച്ചൊതുക്കി പിന്നിൽ നിന്ന് കുത്തുന്നോടാ എന്ന് ചോദിച്ച്, നിനക്ക് അത്രയ്ക്ക് ധൈര്യമില്ലാത്ത ഭീരുവാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് അടിച്ചോടിക്കുന്ന ക്ലീറ്റസ് ഭയന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അവിടേക്ക് വന്നെത്തിയ മഹേന്ദ്രനോട് ശിവൻ പറഞ്ഞു, നെഞ്ചിന് ചങ്കിന് ഉറപ്പുള്ളവന്മാരെ വേണം ഇക്കാര്യത്തിന് കൂടെ നിർത്താനെന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ നേരെ തട്ടിക്കയറുമ്പോൾ മഹേന്ദ്രൻ ചന്ദ്രയെ അവിടുന്ന് കൊണ്ടുപോകുന്നതിന് ശിവനെ എതിർത്തു. എന്നാൽ ശിവൻ മഹേന്ദ്രനോട് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ച അച്ഛൻ്റെ ആ പിൻവിളി ഉണ്ടല്ലോ, ശിവ എന്നുള്ള ആ വിളി, അത് അച്ഛന് മകനോടുള്ള ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പെങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. അവൾ ആഗ്രഹിക്കുന്ന, അവൾ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാൻ അവളെ അനുവദിക്കുമെന്നാണ് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് എനിക്ക് പാലിക്കണമെന്ന് ശിവൻ മഹേന്ദ്രനോട് അറിയിക്കുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മഹേന്ദ്രൻ ശിവനോട് ചോദിക്കുന്നത്, അപ്പോൾ നീ അച്ഛനെ തോൽപ്പിക്കുമെന്നാണ് അല്ലേ? അത് കേട്ടതും മഹേന്ദ്രനോട് ശിവൻ അറിയിച്ചത് അച്ഛനെ തോൽപ്പിക്കുമെന്നല്ല, പക്ഷേ എൻ്റെ പെങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതിന് പ്രതിബന്ധമായി അച്ഛൻ വന്ന് നിന്നാൽ അച്ഛനെ എനിക്ക് തോൽപ്പിക്കേണ്ടി വരും. അച്ഛന് നാണക്കേടുണ്ടാകാതിരിക്കാൻ ഈ മകൻ ജയിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് ചന്ദ്രയും കൂട്ടി മടങ്ങുന്നു. ഈ സമയത്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രാഘവൻ നായരുടെ മനസ്സിൽ മുഴുവൻ എത്രയും വേഗം വിവാഹ വാർഷികത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു. വീടെല്ലാം അലങ്കരിക്കാൻ ഒരുങ്ങിയിട്ടും അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതും അതോടൊപ്പം ശിവനോടും വിഷ്ണുവിനോടും ശാലിനിയോടും നേരത്തെ എത്തിച്ചേരണമെന്ന് രാഘവൻ നായർ ആവശ്യപ്പെട്ടിട്ടും ഇത്രയും നേരമായിട്ടും അവരെത്താത്തതിൻ്റെ പരിഭവമായിരുന്നു രാഘവൻ നായരുടെ മുഖത്ത്. രാഘവൻ നായരാകെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴേക്കും സത്യഭാമ ചായയുമായി അരികിലേക്ക് എത്തി. രാഘവേട്ട ചായ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എത്ര നേരമായി നിന്നോട് ചായ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. അത് ഉണ്ടാക്കിയെടുക്കണ്ടേ, എവിടെയാണ് ശാലിനിയില്ല, പൊന്നു മാത്രമല്ലേ ഉള്ളൂ, എന്തെല്ലാം ജോലി പൊന്നു ചെയ്യണമെന്ന് പറഞ്ഞ് രാഘവൻ നായർ സമാധാനിപ്പിക്കാനായി സത്യഭാമ ശ്രമിക്കുമ്പോഴേക്കും രാഘവൻ നായർ അരികിലേക്ക് വന്ന് ഭാമയോട് പറഞ്ഞു, വേണ്ട, എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇവിടെ ആരും കേൾക്കാറില്ലല്ലോ, ഞാൻ എത്ര ദിവസമായി പറയുന്നു, എന്നിട്ട് അതൊന്നും ആർക്കും കേൾക്കാനോ ചെയ്യാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിച്ചു, രാഘവേട്ടൻ ഇത് എന്താ ഈ പറയുന്നത്? ഏതാഗ്രഹം സാധിച്ചു തന്നില്ലെന്നാ രാഘവേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യഭാമ അന്വേഷിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ അവരോട് പറഞ്ഞല്ലേ നേരത്തെ വരണമെന്ന്, ഇത്രയും നേരമായിട്ടും അവർ നേരത്തെ എത്തിയോ? അവർക്ക് അവരുടെ ഫോട്ടോ എടുക്കുന്നതിന് നേരത്തെ എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ അതിനവർ നേരത്തെ വന്നതുമില്ല, ഫോട്ടോ എടുക്കാനും കഴിഞ്ഞില്ല, ഇനി എപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത്, ഇത്ര നേരമായി എന്നെല്ലാം വിഷമത്തോടെ രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമ ചോദിച്ചു, ഓ, അപ്പോൾ അതാണ് പിണക്കത്തിൻ്റെ കാരണം. രാഘവേട്ട, അങ്ങനെ അങ്ങ് ഈ വിവാഹ വാർഷികം എന്നാന്ന് പറഞ്ഞ് അങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല ശാലിനിക്ക്. കാരണം ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിലിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ കാര്യങ്ങൾ. അവർക്ക് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. രാഘവേട്ടനെ ഞാൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ശാലിനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഓടി വരാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ. ഈ നാടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? അപ്പോൾ അതിൻ്റേതായ തിരക്ക് ശാലിനിക്കുണ്ടാവും. അതെന്താ രാഘവേട്ടൻ മനസ്സിലാക്കാത്തത് എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ ദേഷ്യത്തോടെ സത്യഭാമയോട് പറഞ്ഞു, ഓ, അത് ശരി, അപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് ഞാൻ മാത്രമാണല്ലോ, എനിക്കാണല്ലോ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത്, ഞാനാണല്ലോ ഒരു പണിക്കും പോകാതെ വീട്ടിൽ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ എല്ലാവരും പെരുമാറുന്നത്. ഒരു ജോലിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവനായതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ എൻ്റെ കാര്യങ്ങൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തതെന്ന് പറഞ്ഞ് രാഘവൻ നായർ മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, രാഘവേട്ട ഈ ചായ കുടിക്കുകയും
വെറുതെ ഇങ്ങനെ പരിഭവിച്ച് നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചതും എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും കുടിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് സത്യഭാമയോട് മുഖം ഗർവിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ഓട്ടോ എവിടേക്ക് വരുന്നത് രാഘവൻ നായർ കണ്ടു. ഉടനെ ഭാമയോട് രാഘവൻ നായർ ചോദിച്ചു, ഭാമ നീയല്ലേ പറഞ്ഞത് അവർ വരാൻ വൈകുന്നത് വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണെന്ന്, അപ്പോൾ ഇത് അവർ തന്നെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചങ്ങ് നിൽക്കുമ്പോൾ ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നത് ശാലിനി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ശാലിനിയെ കണ്ടതോടെ ആകെ അതിശയത്തോടെ രാഘവൻ നായർ പറഞ്ഞു, ആ അതാ അവർ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ഓട്ടോക്കാരന് പണം കൊടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ വേഗം തന്നെ സത്യഭാമയോട് രാഘവൻ നായർ ചോദിച്ചു, അല്ല വിഷ്ണു എവിടെ? വിഷ്ണുവിനെ കണ്ടില്ലല്ലോ. വേഗം അരികിലേക്ക് വന്ന ശാലിനിയോട് അടുത്ത് ചെന്ന് രാഘവൻ നായർ ചോദിച്ചു, അല്ല വിഷ്ണു എവിടെ? വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ, അവൻ എവിടെ പോയി? സംശയത്തോടെ വിഷ്ണുവിനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന രാഘവൻ നായരോട് ശാലിനി ഒന്നും മിണ്ടാതെ അങ്ങ് നിന്നു. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് നന്നാക്കാനായി വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടാവും അവൻ, അതുകൊണ്ടല്ലേ ശാലിനി തനിച്ചേക്ക് പോകുന്നതെന്ന് സത്യഭാമ പറയുമ്പോൾ ശാലിനി അങ്ങനെ ഒരു കളവാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ശാലിനി മനസ്സിലാക്കി. ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ എന്താ ഇത്രയും വൈകിയത്? വേഗം തന്നെ റെഡിയായി നിൽക്കണം കേട്ടോ, ഇന്നിവിടെ ഒത്തിരി ആളുകൾ വരുന്നതാ, അവർക്ക് എല്ലാവർക്കും നിങ്ങൾ രണ്ടുപേരെയും കാണണം. അവരെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിട്ടാ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവർ ചോദിക്കും വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങളോടൊന്നും ആലോചിക്കാതെയാണോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചതെന്ന്. എനിക്ക് ഈ വീട്ടിൽ അത്രേ വിലയേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് മോളും വിഷ്ണുവും വേഗം റെഡിയായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയും ചെയ്യണം. എല്ലാവരും എത്തിച്ചേരുമ്പോൾ നിങ്ങളിവിടെ ഇല്ല എങ്കിൽ പിന്നെ എന്ത് ആഘോഷമാണ് എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടലോടെ നോക്കുകയാണ്. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എൻ്റെ രാഘവേട്ട, ഇങ്ങനെ ശാലിനി വന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെ കിടന്ന് ധൃതി പിടിച്ചാലോ എന്ന് പറഞ്ഞതും സത്യഭാമയോട് രാഘവൻ നായർ പറഞ്ഞു, അതേ, ഇന്നിവിടെ വെറും ഫംഗ്ഷനല്ല, കല്യാണം നടക്കാൻ പോകുന്നത്. അത് കേട്ടതോടെ ശാലിനി ഞെട്ടി. കല്യാണമോ? അച്ഛൻ എന്തേ പറയുന്നത് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അതേ മോളെ, ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഒരിക്കൽ കൂടി ഞാൻ നടത്താൻ പോവാ. അതെ, ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടത്തുന്നത് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടുന്നു. രാഘവൻ നായർ അതിന് തയ്യാറെടുത്തുകൊണ്ട് വേഗം റൂമിലേക്ക് പോകുമ്പോൾ ശാലിനി വിഷമത്തോടെ സത്യഭാമയോട് ചോദിച്ചു, എന്താ സത്യാമ്മ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ നടന്നാൽ എന്താ ചെയ്യാൻ പോവുക? ഇവിടെ ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നത്? എനിക്കിത് കേൾക്കാനും കണ്ടു നിൽക്കാനും കഴിയുന്നില്ല സത്യാമ്മേ. ഇതിനൊക്കെ ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. ഞാനിവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാനും ആവില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ വിഷ്ണുവാണ്. അവനെ ഒറ്റയൊരുത്തനാ. അവനെ നാട് ചുറ്റി നടക്കുന്നതോടല്ലേ ഈ രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അവന് അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, അവൻ്റെ കുടുംബത്തെയും വേണ്ട, ഭാര്യയും മക്കളെയും ഒന്നും വേണ്ടാതെ ഇങ്ങനെ നടക്കുമല്ലേ. ഇതുപോലെ കുടുംബത്തെ മറന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവനൊക്കെ വരുന്നും കാലിലേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് സത്യാമ്മ ബഹളം വയ്ക്കുമ്പോൾ ഇത് കേട്ട് ശാലിനി പിടിച്ചു. സത്യാമ്മ എന്തൊക്കെയായി പറയുന്നത്? അല്ല മോളെ, ഞാൻ മനസ്സ് നൊന്ത് പറഞ്ഞു പോവാ. പെറ്റമ്മയുടെ മനസ്സിന്റെ ശാപം അത് ഏറ്റുവാങ്ങുന്ന ഒരാളും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ സങ്കടപ്പെട്ടു. സത്യമാമയുടെ വാക്കുകൾ കേട്ട് ശാലിനി എന്ത് പറഞ്ഞ് സത്യാമ്മയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സത്യാമ്മയോട് ഒരിക്കൽ കൂടി ശാലിനി പറഞ്ഞു, സത്യാമ്മയെ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം സത്യാമ്മ തന്നെ കണ്ടെത്തി തീരൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെയും അച്ഛൻ്റെ ഈ തീരുമാനത്തെ പിന്തിരിപ്പിക്കണം. ഈ ഒരു ചടങ്ങ് വേണ്ടെന്ന് വെക്കണം. അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെന്ന് ശാലിനി ആവശ്യപ്പെട്ടു. സത്യാമ്മ ശാലിനിയോട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താമെന്നും തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചു നിൽക്കാനായി ശാലിനിയോട് സത്യാമ്മ ആവശ്യപ്പെടുന്നു. അങ്ങനെ സത്യഭാമ പറഞ്ഞ പ്രകാരം ശാലിനി തൽക്കാലം എന്തെങ്കിലും ഒരു വഴി സത്യാമ്മ കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തിൽ ശാലിനി അങ്ങ് നിൽക്കുമ്പോഴാണ് അവിടെ ശിവൻ ചന്ദ്രയുമായി കമലിൻ്റെ അരികിലേക്ക് എത്തിയത്. കമലിനോട് ശിവൻ ആവശ്യപ്പെട്ടത് എവിടെയെങ്കിലും സുരക്ഷിതമായി ചന്ദ്രയെ ഒന്ന് നിർത്തണം. തൻ്റെ വീട്ടിലോ താൻ താമസിക്കുന്ന ലോഡ്ജിലോ ഒന്നും പറ്റില്ല. പക്ഷേ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ചന്ദ്ര സുരക്ഷിതയായിരിക്കണം. വിവാഹം നടക്കുന്നത് വരെ എൻ്റെ അച്ഛൻ്റെ ആളുകളുടെ കണ്ണിൽ പെടാതെ അങ്ങനെ ഒരു സുരക്ഷിതമായ താവളം നിനക്ക് എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലോ മറ്റോ ആണോ എന്ന് കമലിനെ അന്വേഷിച്ചു. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് അച്ഛൻ ചന്ദ്രയെ കൂട്ടിക്കൊണ്ടുപോകും. അതല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലം, എപ്പോഴും ഒരു നോട്ടമുണ്ടാവുന്ന ഒരു സ്ഥലം, അങ്ങനെ ഏതെങ്കിലും സ്ഥലം നിനക്കറിയാവോ? ഒരു വീടായാലും മതിയെന്ന് കമലിനോട് ശിവൻ പറയുമ്പോൾ അത് കേട്ടതോടെ കമലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പറ്റും സാറേ, ഇതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്. ഇച്ചിരി അടിപിടിയുള്ള ആളാണ്. അടിപിടി കേസൊക്കെ ഉള്ളതാ. പുള്ളിയും പുള്ളിയുടെ ഭാര്യയും മോളും മാത്രമാണ് താമസിക്കുന്നത്.
അവിടെ അവിടെ കൊണ്ടുപോയി ആകാശാനെ എന്ന് പറഞ്ഞു. അതെവിടെയാ എന്ന് ചോദിച്ചപ്പോൾ, അതോ അത് നമ്മുടെ വേലായുധൻ ചേട്ടൻ്റെ വീട്. അങ്ങനെ കേട്ടതും ശിവൻ ചോദിച്ചു, വേലായുധൻ ചേട്ടനോ? ആ ചേട്ടനൊക്കെ ഞാനൊരു രസത്തിനങ്ങ് പറഞ്ഞ വേലായുധൻ്റെ വീട്ടിലാകുമ്പോൾ നമുക്ക് സേഫായിരിക്കും, ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ആള് ഒരു ഗുണ്ടയാ, ആരാടാന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ച് ചോദിക്കാനുള്ള ധൈര്യമുള്ള ആള്. അവിടെ എന്തായാലും ഒരു കാരണവശാലും ആശാൻ്റെ അച്ഛൻ വന്ന് നിൽക്കില്ല. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പണം വേണം. ആൾക്ക് പണത്തിനെതിരെ ആർത്തിയുള്ള ആളാ. അത് കേട്ടതും ശിവൻ പറഞ്ഞു, പണം എത്ര വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഇപ്പോൾ ഈ കാര്യം ഭദ്രമായി നടക്കണം. അങ്ങനെയാണെങ്കിൽ ആശാൻ വാ എന്ന് പറഞ്ഞ് കമലൻ ശിവനെയും വിളിച്ചുകൊണ്ട് ചന്ദ്രയുമായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് അവിടെ വേലായുധൻ്റെ വീട്ടിൽ വേലായുധനെ പോലീസുകാർ താക്കീത് ചെയ്യാനായിട്ട് എത്തിയതായിരുന്നു. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടരുതെന്നും നിന്നെ തൽക്കാലത്തേക്ക് അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതെന്നും സി സാറിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥയെന്നറിയാവല്ലോ. ഞങ്ങൾ ഈ വാണിംഗ് തരുന്നത് നിൻ്റെ ജീവന് വേണ്ടിയാണ്, അത് നീ മറക്കണ്ട എന്നൊക്കെ വേലായുധനോട് അറിയിച്ചപ്പോൾ വേലായുധൻ പറഞ്ഞു, സാർ ഇത് ആരെയായി പേടിപ്പിക്കാൻ നോക്കുന്നത്? എന്നെയാണോ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്? എൻ്റെ സാറേ, ഈ വേലായുധൻ ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യം സാറിന് അറിയില്ല. പക്ഷേ ഈ വേലായുധൻ്റെ ഓരോ നീക്കങ്ങളും വേലായുധൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുമൊക്കെ ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് സാർ അക്കാര്യമൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. സാറ് വേഗം തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോലീസുകാരെ പറഞ്ഞയച്ച് വേലായുധൻ അങ്ങ് നിന്നു. അപ്പോഴാണ് വേലായുധൻ്റെ ഭാര്യയും മകളും ആകെ പേടിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഓട്ടോയിൽ കമലിനെത്തുകയും തൊട്ടു പിന്നാലെ ശിവനും ചന്ദ്രനും കൂടി ജീപ്പിലും വന്നത്. ഉടനെ കമലിനരികിലേക്ക് വന്നതും വേലായുധനോട് പറഞ്ഞു, അതെ, ഒരു കാര്യം പറയാണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്നല്ലേ അന്ന് വേലായുധൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അതെ അതെ, ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് എന്നിട്ട് ഞങ്ങൾ ചായപ്പിലേക്ക് മാറും. അല്ല, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമായിട്ട് ഞാൻ വന്നത്. അങ്ങനെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലേ ദാ എനിക്ക് എൻ്റെ കയ്യിൽ പറ്റിയൊരാളുണ്ട്. ആങ്ങളെയും പെങ്ങളുമാ, രണ്ടുപേരും വീട്ടിൽ നിന്ന് ഉടക്കി വന്നിരിക്കുന്നതാ എന്ന് പറഞ്ഞു. പുലിവാലാവുകോടാ എന്ന് ചോദിച്ചപ്പം, പുലിവാല എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഇവർ അച്ഛനും മോനും തമ്മിൽ എതിർപ്പാ. അതുകൊണ്ട് ചേട്ടൻ വിവാഹം നടത്തുമെന്ന് വാശി പിടിക്കുന്നു. അച്ഛനത് നടത്തിക്കില്ല എന്നും. ഇവിടെ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് പെങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ വല്ലതും പറഞ്ഞു, കുഴപ്പമില്ല, അപ്പോൾ ചെറിയൊരു തട്ടുമുട്ടമൊക്കെ വേണ്ടി വരുമല്ലേ? സാരമില്ല, ഇവിടെ എന്തായാലും നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പുലിവാല പിടിച്ച കേസാണെങ്കിലും ഇപ്പോൾ എന്നെ വിശ്വസിച്ചവൻ വന്നതല്ലേ, പിന്നെ പണമൊക്കെ കാര്യമായിട്ട് തടയുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ എത്ര വേണമെങ്കിലും തരാം, പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന പുള്ളിക്കാരൻ ഇച്ചിരി ആള് മുറ്റാണ് എന്ന് കമലിനെ അറിയിച്ചപ്പോൾ വേലായുധൻ ചോദിച്ചു, അതാരാ അത്? ആളുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പം, മാണിക്കോത്ത് മഹേന്ദ്രൻ. ആള് വലിയ പുള്ളിയാ എന്ന് പറഞ്ഞപ്പോൾ, പുള്ളിയല്ല പുലിയാ. അപ്പോൾ നീ കൊണ്ട് തന്നത് ചെറിയൊരു കൊട്ടേഷനൊന്നും അല്ല, ഏറ്റുമുട്ടേണ്ടത് വലിയൊരു പുലിയോട് തന്നെയാ എന്ന് പറഞ്ഞതും ഉടനെ സാരമില്ല, ഞാൻ അതിന് തയ്യാറാണെന്ന് അങ്ങനെ സന്തോഷത്തോടെ വേലായുധൻ അറിയിച്ചപ്പോൾ ജീപ്പിൽ നിന്നിരുന്ന ശിവനും ചന്ദ്രയും കൂടി പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് ചന്ദ്രയും വിളിച്ചുകൊണ്ട് ശിവൻ അവരുടെ മുന്നിലേക്ക് നിന്നു. ഉടനെ മോളുടെ പേരെന്താ എന്ന് വേലായുധൻ അന്വേഷിച്ചു. ചന്ദ്ര എന്ന് പറഞ്ഞപ്പോൾ, മോളെ, ഇഷ്ടപ്പെട്ട ആളോടൊപ്പമാണ് ജീവിക്കേണ്ടത്. പിന്നെ ആ വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നതൊക്കെ എന്തായാലും അത് സ്വയം തന്നെ അനുഭവിക്കണം, അത്രയേ ഉള്ളൂ എന്ന് വേലായുധൻ പറഞ്ഞു. എന്തായാലും മോൾക്കിവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതെൻ്റെ മോള് റാണി, അവള് മോൾക്ക് എപ്പോഴും കൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വേലായുധൻ താൻ ഏറ്റുമുട്ടേണ്ടത് ഒരു പുലിക്കുട്ടിയോടാണല്ലോ എന്നറിയിച്ച് വേലായുധൻ അങ്ങ് നിൽക്കുമ്പോഴേക്കും ശിവൻ അരികിലേക്ക് എന്നിട്ട് വേലായുധനോട് പറഞ്ഞു, എന്നാൽ ആ പുലിക്കുട്ടിയുടെ മകനാണ് ഈ ഞാൻ എന്ന് പറഞ്ഞ് ശിവൻ വേലായുധനെ സ്വയം പരിചയപ്പെടുത്തുന്നു.